ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പപ്പൊടി വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് പാലപ്പം ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, അരമുറി തേങ്ങ ചിരകിയത്, 1 ടീസ്പൂണ് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇളം ചുടുവെള്ളം. ഇനി നമുക്ക് ഗോതമ്പപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ അരമുറി തേങ്ങ ചിരകിയതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂടെ കുറേ എന്തും ചെയ്യാം, കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ഇളം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. 3/4 കപ്പ് ഇളം ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായി ഒട്ടും തരിയില്ലാതെ നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. മാവ് ഈ രീതിയിലാണ് ഉള്ളത്, കുറച്ച് കട്ടിയിലാണ്. അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് ഇതുപോലെ വട്ടത്തിന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഞാൻ അടച്ചേക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. മുഴുവനും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടിയാണ് ഗോതമ്പ് പാലപ്പം. പാലപ്പം മുഴുവനായും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ് ഗോതമ്പ് പാലപ്പം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, ഇൻഷാ അല്ലാഹ്.